ഹലോ ഗൈസ്, സ്റ്റേക്കേഷൻ വ്ളോഗ് സെക്കൻഡ് പാർട്ട്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത് നമുക്ക് വൈകിട്ട് പൂളിലിറങ്ങാമെന്ന്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നല്ല തണുത്തൊരു കാലാവസ്ഥയായി കേട്ടോ. അങ്ങനെ തണുപ്പുണ്ട്, ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് മാറി സെറ്റായി വന്നിട്ടുണ്ട്. സനീഷേട്ടനാണെങ്കിൽ ഞാൻ ചാടില്ലെന്ന് പറയുന്നത്. ഇവിടെ ഒരാളാണെങ്കിൽ വെള്ളമൊക്കെ തൊട്ട് നോക്കിയിട്ടാണ് കേട്ടോ ചാടുന്നത്. കാര്യം അവന് 4-5 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു. ലാസ്റ്റ് ആവുമ്പോൾ പിന്നെ പൂളിലിറങ്ങി. ഋഷിബായിയും അതുപോലെ തന്നെ കേട്ടോ. അവന് നീന്തൽ അറിയാൻ മേലാത്തതുകൊണ്ട് അവന് ദേ നീന്താനുള്ള സാധനമൊക്കെ അച്ചേട്ടൻ കൊണ്ടെത്ത് തന്നു കേട്ടോ. അങ്ങനെ ദേ ഒരാൾ മുകളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പായി. കാര്യം തണുത്തിട്ട് വയ്യ. അങ്ങനെ ദേ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി അച്ഛനും മോളും കൂടെ മുറിയിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ദേ അവർ താഴത്തേക്കും പോയി നമ്മൾ അങ്ങനെ മുകളിലേക്ക് വന്ന്. അങ്ങനെ നൈറ്റുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. തണുത്തിട്ട് വയ്യായിരുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷയില്ല. അപ്പം മൂന്നാർ ഇതിൻ്റെ ഡബിൾ ഇരട്ടി തണുപ്പായിരിക്കും. പക്ഷേ അധികം തണുപ്പില്ലാത്തൊരു പ്ലേസ് നോക്കിയാൽ ഇങ്ങോട്ട് വന്നു. പക്ഷേ ഇവിടെ നല്ല തണുപ്പായിരുന്നു, ഇടുക്കി. അങ്ങനെ ദേ ലൈറ്റൊക്കെ ആ ചേട്ടൻ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നടക്കാനായിട്ട്. അത്യാവശ്യം ലൈറ്റൊക്കെ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ കളർഫുള്ളായത് നമ്മളെല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കും പുള്ളി നിങ്ങളുടെ സെറ്റാക്കി തന്നു. അങ്ങനെ പിന്നെ താഴത്തേക്ക് ഇറങ്ങാമെന്ന് ആലോചിച്ചേട്ടാ. ഈ പോണ വഴിക്കാണ് ഞാൻ പടക്കേന്നും പറയേണ്ടി വീണ്. ശ്രദ്ധയില്ലാഞ്ഞിട്ടാണ് അവൻ പറഞ്ഞത്. ഞാൻ നോക്കി നടന്നില്ല. പക്ഷേ സ്ലിപ്പായിപ്പോയി. കയറ്റം ഇറക്കുകയൊക്കെ അല്ലായിരുന്നോ. അങ്ങനെ പിന്നെ അതേ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന ഇവിടെ വന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ചെന്നത് അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് നമുക്ക് വേണ്ടി ഒരു ഫുഡ് തയ്യാറാക്കിയത്. നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് തയ്യാറാക്കി തരുമായിരുന്നു കേട്ടോ. അതിനത് അകത്തിരിക്കണം പുറത്തിരിക്കണം അങ്ങനെ കൺഫ്യൂഷനാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ അകത്ത് തന്നെ ഇരുന്ന് കേട്ടോ. ഒരാളാണെങ്കിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് തന്നെ. പിന്നെ നമ്മുടെ ബായി നമുക്കിവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സാറേ തണുപ്പ് അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഈ ചൂടില്ലാണ്ട് നമുക്ക് പറ്റാണ്ടായി. അങ്ങനത്തെ ഒരവസ്ഥ. പാട്ടൊക്കെ വെച്ച് നമ്മളെല്ലാവരും ഓണാണ്. ഓരോരുത്തരും ഓരോ മൂലക്കോ സൈഡാകാൻ തുടങ്ങി. കാര്യം എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങി. 10:30 എങ്ങാണ്ടും ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് പോണ വഴിയാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ സ്റ്റേക്കേഷൻ വന്നത്. അതിനെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്.